നിയമനം വൈകുന്നതിൽ തിരുവനന്തപുരത്ത് LP-ST ഉദ്യോഗാർത്ഥികളുടെ പ്രതിഷേധം മണ്ണ് വാരിത്തെന്നാണ് പ്രതിഷേധിക്കുന്നത്. റിസ്വാൻ ഹുസൈൻ വിവരണവുമായി ചേർന്നു. റിസ്വാൻ, വളരെ കൗതുകകരമായ ഒരു പ്രതിഷേധമാണല്ലോ ഇത്. എന്താണ് ഇവരുടെ ആവശ്യം? അജിൻസ്, ഈ LP-ST റാങ്ക് ലിസ്റ്റ് വന്ന് 2 അധ്യയന വർഷം പിന്നിടുന്നു. ഈ 2 അധ്യയന വർഷം പിന്നിടുമ്പോഴും ഇതുവരെ ചില ജില്ലകളിൽ മാത്രമാണ് നിയമനം നടത്തിയെന്നുള്ളതാണ് LP-ST ഉദ്യോഗാർത്ഥികൾ ആരോപിക്കുന്നത്. മാത്രമല്ല, ഈ സാഹചര്യത്തിലാണ് ഈ അനിശ്ചിതകാല സമരം നേരത്തെ കഴിഞ്ഞ ആഴ്ച നടത്തിയിരുന്നു. അതിപ്പോഴും തുടരുകയാണ്. ഇപ്പോഴും അതിലൊരു നടപടിയില്ലാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ മണ്ണ് വാരി തിന്നുന്ന ഒരു പ്രതിഷേധ രീതിയിലേക്ക് ഈ ഉദ്യോഗാർത്ഥികൾ കടന്നത്. ഇവരുടെ പ്രധാന ആവശ്യം എന്ന് പറയുന്നത് നിലവിലുള്ള അധ്യാപിക വിദ്യാർത്ഥി അനുപാതം 1:30 അത് 1:25 ആക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന്, പ്രധാന അധ്യാപകർക്ക് ക്ലാസ് ചാർജ് ഉണ്ട്. ആ ക്ലാസ് ചാർജ് ഒഴിവാക്കിയിട്ട് അതിന് പകരം പുതിയ അധ്യാപകരെ അല്ലെങ്കിൽ ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളെ അവിടെ നിയമിക്കണം എന്നുള്ളതാണ്. മറ്റൊന്ന്, ഗവൺമെൻറ് സ്കൂളിലെ എയ്ഡഡ് അധ്യാപകന നിയമനം അവസാനിപ്പിച്ച് ഈ എയ്ഡഡ് സ്കൂളിലെ അധ്യാപക നിയമനം PSCയിലേക്ക് വിടണം. മാത്രമല്ല, നിലവിൽ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി 3 വർഷമാണ്. ഈ റാങ്ക് ലിസ്റ്റ് കാലാവധി നീട്ടുക എന്നുള്ളൊരാവശ്യം കൂടി ഇവർ ഉന്നയിക്കുന്നുണ്ട്. പ്രധാനമായുള്ള ഈ പ്രതിസന്ധിക്ക് കാരണം എന്ന് പറയുന്നത് ജൂലൈ 15 ഈ സ്റ്റാഫ് ഫിക്സേഷൻ വരുന്നത്. ഈ സ്റ്റാഫ് ഫിക്സേഷൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഡിവിഷൻ ഫാൾ സംഭവിക്കും. ഈ ഡിവിഷൻ ഫാൾ സംഭവിക്കുമ്പോൾ അവിടെ ഡിവിഷൻ ഫാൾ സംഭവിക്കുന്ന അധ്യാപകരെ ഈ വിരമിക്കുന്ന അധ്യാപകരുടെ ഒഴിവിലേക്ക് നിയമിക്കുന്നു. ഇതാണ് നിലവിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. ഈ കാര്യം ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ LP-ST ഉദ്യോഗാർത്ഥികൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ മണ്ണ് വാരിത്തിന്ന് പ്രതിഷേധിക്കുന്നത്. നമ്മോടൊപ്പം ഇപ്പോൾ ആ ഉദ്യോഗാർത്ഥികൾ ചേരുകയാണ്. ഇപ്പോൾ ഏത് സാഹചര്യത്തിലാണ് മണ്ണ് വാരിത്തിന്നുന്ന രീതിയിലേക്കുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് കടക്കാൻ? ഞങ്ങളിവിടെ രണ്ടാമത്തെ തവണയുള്ള സമരം നടത്തുന്നത്. ഇതിനു മുന്നേ കഴിഞ്ഞ സർക്കാരിൻ്റെ സമയത്ത് മാർച്ചിൽ ഞങ്ങൾ സമരം നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു അനുകൂലമായ ഒരു ഇത് അവരുടെ കയ്യിൽ നിന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അന്ന് സമരം അവസാനിപ്പിച്ചത്. എന്നാൽ ആ സർക്കാർ അങ്ങനെ ഇറങ്ങുകയും രണ്ടാമത് അധികാരത്തിൽ വന്ന സർക്കാരിൻ്റെ കയ്യിൽ ആദ്യം നല്ല പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ അവരെ കാത്തിരുന്നത്. പക്ഷെ ഞങ്ങൾക്ക് അവരുടെ കയ്യിൽ നിന്ന് അനുകൂലമായൊരു നിലപാട് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ഈ സമരം തുടങ്ങിയിട്ട് ഇന്നേക്ക് 9ാം ദിവസമാണ്. ഞങ്ങൾക്ക് വേറൊരു നിവൃത്തി ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ മണ്ണ് വാരി തിന്നേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. ഞങ്ങൾ പല ജില്ലകളിൽ നിന്നായിട്ട് ഇത്രയും ദിവസം ഇവിടെ വന്ന് നിൽക്കുക, രാവും പകലും ഇല്ലാതെ ഇവിടെ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭാവിയിലെ അധ്യാപകരാണ് ഞങ്ങളെ കാത്തിരുന്ന് ഒരുപാട് കുഞ്ഞു മക്കളെ പഠിപ്പിക്കാനുള്ള അത്രയും ആഗ്രഹത്തോടെ ഞങ്ങൾ കഷ്ടപ്പെട്ടു. ഓരോരുത്തരും ഓരോ രീതിയിൽ അത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് നേടിയിട്ടുള്ള ജോലിയാണിത്. എന്നിട്ടും ഞങ്ങളെ കണ്ടില്ല എന്ന് നടിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോഴും ഞങ്ങൾക്ക് പോസിറ്റീവായ സമീപനം കിട്ടിയിട്ടില്ല. നാളത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ജൂലൈ 15 ഞങ്ങളുടെ ഫിക്സേഷൻ നടക്കുന്ന സമയമാണ്. അപ്പം അതിന് മുന്നേ നാളത്തോടു കൂടി ഞങ്ങൾക്കൊരു അനുകൂലമായ നിലപാട് ലഭിച്ചിട്ടില്ലെങ്കിൽ ഈ ലിസ്റ്റ് ഇങ്ങനെ അവസാനിക്കും. ഞങ്ങൾ ലിസ്റ്റിൽ മാത്രം ഒതുങ്ങുന്ന കുറച്ച് ഉദ്യോഗാർത്ഥികളായിട്ട് അവസാനിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോഴാണ് ഞങ്ങളിങ്ങനെ മണ്ണ് വാരി തിന്നാന്നുള്ള പോലുള്ള ഒരു ഇതിലേക്ക് എത്തിയത്. നിങ്ങളുടെ പ്രധാന ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ, ഒന്ന് കുട്ടികളുടെ അനുപാതം. ഇപ്പോൾ ക്ലാസ്സിലെ കുട്ടികളുടെ അനുപാതം എന്ന് പറയുന്നത് 1:25 ആക്കുക. ഇപ്പോൾ 1:30 ആണ്. അത് 1:25 ആക്കുക എന്നുള്ളതാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതേപോലെ HMനെ ക്ലാസ് ചാർജിൽ നിന്ന് ഒഴിവാക്കുക, പ്രധാന അധ്യാപകരെ ക്ലാസ് ചാർജിൽ നിന്ന് ഒഴിവാക്കാനുള്ളത് പറയുന്നുണ്ട്. തുടങ്ങി പ്രധാനമായിട്ടും മുന്നോട്ട് വെച്ചിരിക്കുന്ന ഈ 2 കാര്യങ്ങളാണ്. അതിന് പുറമെ HTV ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, അതാണ് മെയിനായിട്ട്. ഇപ്പോൾ HM പ്രൊമോഷൻ നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അതേപോലെ ലിസ്റ്റിൻ്റെ കാലാവധി നീട്ടുക. ഞങ്ങളുടെ ലിസ്റ്റിൽ നിന്ന് അപ്പോയിൻമെൻറ്റ് നടക്കാത്ത ജില്ലകളുണ്ട്. ഇപ്പോൾ ഞാൻ പാലക്കാട് ജില്ലയിൽ നിന്നാണ് വരുന്നത്. ഞങ്ങളുടെ ഫസ്റ്റ് റാങ്കുകാരന് പോലും അപ്പോയിൻമെൻറ്റ് നടന്നിട്ടില്ല. അപ്പോൾ ഈ ലിസ്റ്റ് ഇങ്ങനെ അവസാനിക്കുകയും ചെയ്യും. എന്നിട്ട് അടുത്ത നോട്ടിഫിക്കേഷന് ഉള്ള നടപടികൾ തുടങ്ങുന്നുമുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ലിസ്റ്റിന് ഒന്നുകിൽ ഞങ്ങളുടെ LP-ST ഉദ്യോഗാർത്ഥികളുടെ കൗതുകകരമായ പ്രതിഷേധമാണ്. മണ്ണ് വാരി തിന്നാണ് പ്രതിഷേധിക്കുന്നത്. വിവരങ്ങൾ നൽകിയത് റിസ്വാൻ ഹുസൈൻ.